കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവമക്കൾക്കെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കാണുവാൻ ദൈവടയാക്കി, പ്രത്യേക ശൈലാൻ്റെയും മോളെയും കാണുവാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുവാൻ ദൈവടയാക്കി ദൈവം ഒരു ഭാഗ്യം കൂടെ നൽകിയല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലോട്ട് കടന്നു പോകാം. ഞാനിന്ന് എടുത്തേക്കുന്ന സബ്ജക്റ്റ് അതായത് നമ്മുടെ ദർശനത്തെ അല്ലെ നമ്മുടെ ആത്മീയ വിഷനെ അതിനെ കാഴ്ച മങ്ങപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള കാരണങ്ങളെ പറ്റിയുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ദ ഫാക്ടേഴ്സ് വിച്ച് ബ്ലർ അവർ വിഷൻ. നമ്മുടെ ആ വിഷനെ, ആത്മീയ സ്പിരിച്വൽ വിഷനെ, നമുക്ക് നമ്മുടെ ലൈഫിലുള്ള വിഷൻ മങ്ങിപ്പോകുന്ന അനുഭവം നമുക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. സദൃശ്യവാക്യം 29:18 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദർശനം ഇല്ലാത്തടത്ത്, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. സദൃശ്യവാക്യം 29:18 പറയുന്നു, വെളിപ്പാട് നഷ്ടമാകുന്ന ഒരു അനുഭവം വരുമ്പോൾ മര്യാദ വിട്ട് നടക്കുന്ന, അതായത് എവിടെ വെർ ദർ ഈസ് നോ വിഷൻ നഷ്ടപ്പെടുന്ന ഇടത്ത് പീപ്പിൾ പെരിഷ്, നശിച്ചു പോകുന്ന അനുഭവം വ്യക്തി ജീവിതങ്ങൾക്ക് വരും. അപ്പോൾ ഈ നാശം നമ്മുടെ ലൈഫിൽ ഓരോ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനൊരു നാശം ഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള പർപ്പസ് എന്താണ്, മുന്നോട്ടുള്ള ഡയറക്ഷൻ എന്താണ്, ദൈവം നമ്മുടെ ദൈവവചനത്തിൽ കൂടെ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവം നമ്മളെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ വിഷൻ നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ വിഷൻ മങ്ങിപ്പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ ഉണ്ടാകുന്ന ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ നമ്മുടെ ആത്മീയ വിഷൻ നഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ വരും. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോൾട്ടി റിലേഷൻഷിപ്പ്, അതായത് ബന്ധങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ. അത് നമുക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. നമുക്ക് കൂട്ടുകാരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ചർച്ചിലെ സഹോദരങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിലെല്ലാം നമ്മുടെ ലൈഫിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് യോഹന്നാൻ 2:11 പറയുന്നു, എന്നാൽ സഹോദരനെ വെറുക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ഹു ഹേറ്റ്സ് ഹിസ് ബ്രദർ ഈസ് ഇൻ ഡാർക്ക്നെസ്. അവൻ ഇരുട്ടിലാണ് ജീവിക്കുന്നത്. സഹോദരനെ വെറുക്കുന്നവനല്ല ഇരുട്ടിൽ നടക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പം ആ ഹേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്നേഹിക്കാത്ത ഒരനുഭവം, പകയ്ക്കുന്ന ഒരനുഭവം, നമ്മുടെ സ്വന്തം സഹോദരനെ പകയ്ക്കുന്ന ഒരു അനുഭവം വരുവാണെങ്കിൽ അവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 7:3-5 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞായിരുന്നു. സ്വന്തം കണ്ണിലെ കരട് നോക്കാതെ സഹോദരന്റെ കണ്ണിലെ കോലിനെ പറ്റി വിചാരിക്കുന്ന ആ ഒരു അവസ്ഥ. സ്വന്തം കണ്ണിൽ ഇരിക്കുമ്പോൾ തന്നെ സഹോദരന്റെ കണ്ണിൽ ഒരു കോലിരിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച്, നമ്മുടെ സ്വയം തെറ്റ് നമ്മൾ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അതെല്ലാം റിലേഷൻഷിപ്പിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ആ ബന്ധങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് അവിടെ നമ്മുടെ വിഷൻ മങ്ങിപ്പോകുന്ന അനുഭവം വരും. അവിടെ നമുക്ക് വെളിപ്പാട് നഷ്ടപ്പെടും, ദർശനം ഇല്ലാതാവുന്ന ഒന്നാമത്തെ കാരണമാണ് ഫോൾട്ടി റിലേഷൻഷിപ്സ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കാഷ്വൽനെസ് ഇൻ വെർച്യൂസ്, അതായത് നല്ല ഗുണങ്ങളോടുള്ള നമ്മുടെ ലൈഫിൽ ഒത്തിരി മോറൽ വാല്യൂസ് അല്ല, നല്ല നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങളോട് നമുക്കൊരു കെയർലെസ്നെസ്, അതായത് അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ വെളിപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ചാൽ മതി, അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ നമ്മുടെ വിഷൻ നഷ്ടപ്പെടും. അതിനാധാരമാക്കി ഒരു വാക്യം വായിക്കുന്നു. 2 പത്രോസ് 1:5-9 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്കളങ്കന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. ഇവിടെ
കുരുടൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മോളിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ഭക്തി, സഹോദര പ്രീതി, ഇതിലെല്ലാം നമ്മൾ വർദ്ധിച്ചു വരണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വർദ്ധിച്ചു വന്നില്ല എങ്കിൽ നമ്മൾ കുരുടനാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ബ്ലൈൻഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിഷൻ കുറയാതെ, ആ ബ്ലൈൻഡ്നെസ് പോവാതെ, അതായത് കണ്ണിന്റെ കാഴ്ച കുറയാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഇടയാക്കും. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അൺബിലീഫ് ഇൻ ഗോഡ്സ് പവർ. ദൈവശക്തിയോടുള്ള നമുക്കുള്ള അവിശ്വാസം. അങ്ങനെ ഒരു ദൈവത്തിന്റെ ആ ശക്തിയോട് നമുക്കൊരു അവിശ്വാസം. അങ്ങനെ പല പല സംഭവങ്ങൾ ദൈവവചനത്തിലുണ്ട്. 2 സംഭവങ്ങൾ ഞാൻ പറയാം. അവിശ്വാസം ദൈവത്തിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അവിശ്വാസം നേരിട്ടു. അത് മർക്കോസ് 8:13 തൊട്ട് 21 വരെയുള്ള വചനത്തിൽ പറയുന്നു. അത് ഞാനൊന്ന് ആ ഒരു സംഭവം നിങ്ങളെ വായിച്ചു കേൾക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. മർക്കോസ് 8:13 തൊട്ട് 21 വരെ. പിന്നെ അവരെ വിട്ട് വീണ്ടും പടക് കയറി അക്കരയ്ക്ക് കടന്നു. ശിഷ്യന്മാർ അപ്പം എടുത്തുകൊണ്ട് പോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിപ്പിനെ കുറിച്ച് ജാഗരൂകരായിരിക്കുവിൻ എന്ന് മുന്നറിയിപ്പ് നൽകി. നമുക്ക് അപ്പമില്ലായകയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായതിനെ കുറിച്ച് നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു, കണ്ണു ഉണ്ടായിട്ടും കാണുന്നില്ലയോ എന്ന് കർത്താവ് അവിടെ ചോദിക്കുക. അത് അവര് തമ്മിൽ തർക്കിക്കുകയാണ്. അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ദൈവം അവിടെ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു. അവർക്ക് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയുന്നില്ലയോ, ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ കഴിയുന്നില്ലയോ എന്ന് ദൈവം യേശു കർത്താവ് അവിടെ വ്യക്തമായിട്ട് ചോദിക്കുന്നു. അവർക്ക് ആ കണ്ണുണ്ടായിട്ട് അത് കാണാൻ കഴിഞ്ഞില്ല. അവിശ്വാസമാണ് അവിടെ ഉണ്ടായത്. ഇത്രയും അപ്പം 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവത്തിന് സകലവും കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പം യേശു കർത്താവ് അതിനോട് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ലയോ എന്ന്. രണ്ടാമതായിട്ട് ഇസ്രായേൽ മക്കൾ റോമാലേഖനം 11:20 വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ മക്കളുടെ അവിശ്വാസം, കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുത്തു, ചോദിച്ചതെല്ലാം നൽകി കൊടുത്തു. പക്ഷെ അവരുടെ അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം അവർ പിന്നത്തേതിൽ നശിച്ചുപോയി. ആ അവിശ്വാസ നിമിത്തം അവർ അന്ധകാരത്തിൽ നടന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 11:20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവിശ്വാസത്താൽ അവർ കുരുടരായി തീർന്നു എന്ന് ആ വചനത്തിൽ പറയുന്നുണ്ട്. റോമർ 11:20 ഇങ്ങനെ പറയുന്നു. അപ്പൊ ഈ പറഞ്ഞ ഈ 2 സംഭവങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായതും അതുപോലെ തന്നെ കർത്താവിന്റെ അപ്പോസ്തലന്മാർക്ക് വന്ന് ഭവിച്ചതും അവിശ്വാസം, കർത്താവിന്റെ ആ ശക്തിയോടുള്ള അവിശ്വാസം, അത് അവരുടെ കണ്ണിനെ കുരുടാക്കി തീർത്തു. കാഴ്ചയെ വ്യക്തമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതൊരു കാരണമാണ്. നാലാമതായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മൈൻഡഡ്നെസ്. അതായത് ക്രിസ്തുവിന് പകരം ഭൗമിക കാര്യങ്ങളോടുള്ള അതിന് മുൻഗണന കൊടുക്കുക. ആ ഭൗമിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോഴത്തേന് ദൈവം നോക്കുന്ന പോലെ കാര്യങ്ങളെ നോക്കാൻ നമുക്ക് കഴിയാതെ വണ്ണം അതിന് ഭൗമിക വിഷയങ്ങളിലൊക്കെ ഉള്ള അതിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ മുന്നോട്ടുള്ള വിഷൻ മങ്ങപ്പെടുന്നു. അതായത് ബ്ലൈൻഡ്നെസ് നമുക്ക് വരുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അതിന് 2 സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 രാജാക്കന്മാർ 5:25 തൊട്ട് 27 വരെയുള്ള സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗേഹസിക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. നമുക്ക് അറിയാം, ആ കഥകളെല്ലാം വ്യക്തമായിട്ട് അറിയാതെ ഞാൻ ഒന്ന് വായിക്കുന്നു. 2 രാജാക്കന്മാർ 5:25 തൊട്ട് 27 വരെ. പിന്നെ അവൻ അകത്ത് കടന്ന് ബാല്യക്കാരെ യജമാന്റെ മുമ്പിൽ നിന്നു. അപ്പോൾ എലിശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു. അതിനവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേൽപ്പാൻ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോയിരുന്നുവല്ലോ. ദ്രവ്യം സമ്പാദിക്കുവാനും വസ്ത്രം
ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ വാങ്ങുവാനും ഇതാകുന്നുവോ സമയം എന്ന് ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും ബാധിക്കുമെന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി എലിശയെ വിട്ട് പുറപ്പെട്ടു പോയി. അവിടെ സംഭവിച്ച സംഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എലിശ അവിടെ പിന്നെ നയമാനെ സൗഖ്യമാക്കുന്നു. നയമാൻ ഒത്തിരി സമ്മാനങ്ങൾ, ഗിഫ്റ്റ് ഒക്കെ എലിശയ്ക്ക് കൊടുക്കുന്നു. എലിശ അതൊന്നും സ്വീകരിച്ചില്ല. പക്ഷെ എലിശയുടെ സെർവന്റ് ആയിരുന്ന ഗേഹസി പിന്നെ ആ ഗിഫ്റ്റിനെ ഒക്കെ ആഗ്രഹിച്ച് അതിന്റെ പുറകെ പോയി അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് ഏലീശയ്ക്ക് ദർശനത്തിൽ കൂടെ മനസ്സിലായി. ഏലീശ ഗേഹസിയെ ോട് പറഞ്ഞു, ആ നയമാന് വന്ന അതേ കുഷ്ഠം അവന് നിനക്കും വന്നു ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ചു. അതുപോലെ അവന് സ്പിരിച്വൽ ആയി വിഷൻ ലോസ്റ്റ് ആയി. അതാണ് അവിടെ ഗേഹസിക്ക് സംഭവം. അതുപോലെ തന്നെ അവൻ അവിടെ കുഷ്ഠരോഗ ബാധിതനായി. പിന്നെ ഏലിശ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ കണ്ണ് തുറന്നു എന്ന് രാജാക്കന്മാർ 6:15-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അപ്പൊ അവിടെ എലിശയ്ക്ക് അവിടെ ഗേഹസിക്ക് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവൻ ആ പണത്തോടുള്ള ആഗ്രഹത്താൽ അവന് അവിടെ പെട്ടുപോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ആ ഒരു സംഭവം. അത് നമുക്ക് അറിയാവുന്ന ഒരു സംഭവ കഥയാണ്. ബിലയാം പ്രവാചകനാണെങ്കിൽ പിന്നെ ബാലാക്കിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോവാണ്. ദൈവം അത് ആഗ്രഹിച്ചതല്ല, പക്ഷെ എന്നാലും അവനത് പോയേ കഴിയത്തുള്ളൂ. പണം ആഗ്രഹിച്ച് അത് പോയേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിലയാം അവിടെ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി കടന്നുപോയി. പക്ഷെ മുന്നോട്ട് ചെന്നപ്പോഴത്തേന് പിന്നെ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിൽക്കുന്നത് ആർക്ക് കാണാൻ കഴിഞ്ഞു? കഴുതയ്ക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ബിലയാമിന് അത് കാണാൻ കഴിഞ്ഞില്ല. കഴുതയുടെ കണ്ണ് തുറന്ന് കഴുത അത് കണ്ടു, ബിലയാം കണ്ടില്ല. അപ്പം അവിടെ സംഭവിച്ചത് ബിലയാമിന്റെ ദൃഷ്ടി കാഴ്ച നശിച്ചു. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പണത്തോടുള്ള ക്രിസ്തുവിന് പകരം മറ്റ് ഏത് ഭൗമിക കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും ആ വിഷൻ അവിടെ നഷ്ടപ്പെടുത്തും എന്നുള്ള 2 സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ 5ാമത്തെ ഒരു വിഷയമാണ് മിസ്പ്ലേസ്ഡ് സീൽ എന്ന് പറഞ്ഞാൽ തെറ്റായ എരിവ്. ഇവിടെ തെറ്റായ എരിവ് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനം പറയുന്ന ശൗല് ഭയങ്കര എരിവോടുകൂടി ശൗല് പിന്നെ യഹൂദന്മാരെ നശിപ്പിക്കാൻ ശൗല് പുറപ്പെടുക. ശരിക്കും ശൗല് ചിന്തിക്കുന്ന ദൈവത്തിനോടുള്ള എരിവിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുക, ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ കൊന്നൊടുക്കാനാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് അവൻ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നുള്ള ആ ശബ്ദത്തിൽ അവൻ താഴെ വീണ് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. യഥാർത്ഥമായിട്ട് നമ്മൾക്കും പല എരിവുകളുണ്ട്. നമ്മുടേതായ മാനുഷിക രീതി പല എരിവുകൾ വരാം. പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഹിതമായെന്ന് വരത്തില്ല. എപ്പോഴും നമുക്ക് വരുന്ന ആ ഒരു എരിവ് ദൈവത്തിന്റെ ഹിതം തന്നെയാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവിടെ ശൗലിന് നേരിട്ടതും അവന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ട് അവൻ അന്ധനായി തീർന്ന ഒരു അനുഭവമാണ്. 6ാമതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് ഓഫ് പീപ്പിൾസ് നീഡ്സ്. അതായത് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അതൊരു സംഭവ കഥ ഞാനത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 4:30-35 വരെയുള്ള അധ്യായത്തിലെ വാക്യങ്ങളാണ്. അവിടെ യേശു അപ്പോസ്തലന്മാരും യേശു കർത്താവും കൂടെ നടന്ന് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവര് യോഹന്നാൻ 4:30-35 വരെയുള്ള വചനങ്ങളൊന്ന് വായിക്കുകയാണ്. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിനിടെ ശിഷ്യന്മാരോട് റബി ഭക്ഷിച്ചാലോ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊടുക്കുന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത് അവന്റെ പ്രവൃത്തി ദഹിക്കുന്നു എന്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലോ? നിങ്ങൾ തലപൊക്കി നോക്കുവിൻ, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു കാണുമെന്ന് നിങ്ങളോട് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാർ യേശുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞ ആഹാരമായിട്ട് ഇത് കഴിച്ചാലും റബി എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പിന്നെ വയലിലോട്ടൊന്ന് നോക്കിക്കേ, കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുക, വയല് വിളഞ്ഞു കിടക്കുക, അത് പിന്നെ കൊയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നു എന്ന് യേശു കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ശിഷ്യന്മാരവിടെ തിരിച്ചറിഞ്ഞത് യേശു കർത്താവിന് വിശക്കുന്നു, അവന്റെ ഫിസിക്കൽ
നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനാ ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. പക്ഷെ യേശു കർത്താവ് അനേകരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്പിരിച്വൽ നീഡ്, അനേകരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ മിഷനറിയുടെ വിഷനോടുകൂടിയാണ് കാര്യങ്ങളെ കർത്താവ് കണ്ടത്. പക്ഷെ ശിഷ്യന്മാർ കണ്ടത് അപ്പോഴത്തെ ആ വിശപ്പ് ഒതുക്കുന്ന ആ ഒരു അനുഭവത്തിൽ കൂടെ, അതാണ് ശിഷ്യന്മാര് നോക്കിക്കണ്ടത്. അപ്പം ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യം എന്തായിരുന്നു? യഥാർത്ഥമായ രക്ഷയായിരുന്നു ജനങ്ങൾക്ക് അവിടെ ആവശ്യം ആയിരുന്നത്. പക്ഷെ ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ച് ദൈവത്തിന് ആഹാരം കൊടുക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം ഏറ്റവും അവസാനമായിട്ടുള്ള അത് നമ്മുടെ വിഷനെ, നമ്മുടെ ദർശനത്തെ മങ്ങിപ്പിക്കുന്ന വേറൊരു ഘടകമാണ്. ഏഴാമത്തെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗ്ലക്ട് ഓഫ് സ്പിരിറ്റ്സ് അനോയിന്റിങ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്, അഭിഷേകത്തെ നമ്മൾ നിരസിക്കുവാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ഒരു വിഷൻ നമുക്ക് നഷ്ടമാവും. വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങളെ വ്യക്തതയോട്, ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് അത്യാവശ്യമാണ്. വചനത്തിൽ കൂടെ അപ്പോസ്തല പ്രവൃത്തി 2:16-17 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പുറപ്പെട്ടു പോകും. അതുപോലെ തന്നെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, സ്വപ്നങ്ങളെ കാണും എന്ന് അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായങ്ങളിലൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പ്രവചിക്കും, പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോൾ ദർശനങ്ങളെ ദർശിക്കും എന്ന് പറയും. അപ്പൊ ദർശനം, വിഷൻ യഥാർത്ഥമായ വിഷൻ ക്ലാരിറ്റിയോടെ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് മാത്രമേ കഴിയത്തുള്ളൂ. യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി. അത് മർക്കോസ് 8:22-25 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞു, യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി. ആദ്യത്തെ പ്രാവശ്യം അവനെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. ഞാൻ മനുഷ്യരെ കാണും, മരങ്ങളൊക്കെ പോലെ ഇരിക്കുന്നത്, മനുഷ്യനെ കാണുന്നുണ്ട്, മരം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ അവന്റെ വിഷൻ ക്ലിയർ അല്ലായിരുന്നു. കർത്താവ് ഒന്നുകൂടെ അവന്റെ ആ കണ്ണിനെ തൊട്ടു അവൻ വ്യക്തമായിട്ട് കാര്യങ്ങളെ കാണാനിടയായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെ വ്യക്തതയോട്, ക്ലാരിറ്റിയോടുകൂടെ കാണാൻ സാധിക്കും. ദൈവവചനത്തിൽ കൂടെയാണ് നമുക്ക് ദൈവം ഇതെല്ലാം നമുക്ക് ഈ വിഷനെ പറ്റിയും ഈ കാഴ്ചയെ പറ്റി ദൈവം നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഏറ്റവും ഒടുവിലായിട്ട് ലവോദിക്ക സഭയെ പറ്റി വെളിപ്പാട് പുസ്തകം 3:11 ഇങ്ങനെ പറയുന്നു, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. അപ്പം വലിയ സമ്പന്നനാന്നുള്ള ഭയങ്കര ഇത് മനസ്സിൽ ഞാൻ വലിയ സമ്പന്നനാ. ഈ ലവോദിക്ക സഭയെ നോക്കിക്കഴിഞ്ഞാൽ സമ്പന്നതയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞത് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. അപ്പോൾ കണ്ണിൽ എഴുതുവാനുള്ള ആ ഓയിൽമെന്റ് കർത്താവിനോട് വിലയ്ക്ക് വാങ്ങാൻ ദൈവവചനത്തിൽ കൂടെ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ നമുക്ക് ഈ നാളുകൾ നമ്മുടെ കാഴ്ച മങ്ങിപ്പോകുന്ന ഭാഗങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പൊ കണ്ടു. ഫോൾട്ടി റിലേഷൻഷിപ്സ്, കാഷ്വൽനെസ് ഇൻ വെർച്യൂസ്, അൺബിലീഫ് ഇൻ ഗോഡ്സ് പവർ, material mindedness, misplaced zeal, indifference of people needs, neglect of സ്പിരിറ്റ്സ് അനോയിന്റിങ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമുക്ക് എവിടെയാണ് കാഴ്ച മങ്ങപ്പെട്ടത്? നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചില്ല, എവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ വന്നിട്ടുള്ളത്? അതെല്ലാം പരിശോധിച്ച് നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ ഹിതത്തിലോട്ട് തിരിച്ചു വരുവാൻ, ആ വ്യക്തതയോടുകൂടി സകലതും കാണുവാൻ, അന്ധതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസും യഥാർത്ഥമായ ഡയറക്ഷനോടെ ദൈവം കാണുന്ന ആ ഒരു കണ്ണോടെ സകലതും നോക്കി കാണുവാൻ നമ്മളെ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ മെസ്സേജ് കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും